കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ അടുത്ത് തന്നെ വേറൊരു വീഡിയോ കൂടി ഇടുന്നുണ്ട്. സ്കൂൾ തുറക്കാറായില്ല, അപ്പോൾ കുട്ടികൾക്ക് മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആച്ചൂട്ടനാണ് കേട്ടോ. ആച്ചൂട്ടൻ പനി പിടിച്ചിരിക്കുമ്പോൾ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവൾ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാറ് പോലത്തെ ഒരു മിഠായിയാണ്. അപ്പോൾ ഈ കാറിൻ്റെ ഉള്ളിലൊരു കുഞ്ഞു കുഞ്ഞു മിഠായികളുണ്ട് കേട്ടോ, പക്ഷെ നിറച്ചൊന്നുമില്ല, വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡിലൊരു അടപ്പ് പോലെയുണ്ട്. അപ്പോൾ ആ കടയിൽ ഇനി ഈ മിഠായി ഇല്ല എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ലാസ്റ്റ് മിഠായി ഞാൻ മേടിച്ചു. അപ്പോൾ അവൾ ഭയങ്കര ടയേർഡാണ്. ആ ചുട്ടിനെ മുഖത്തോട്ട് നോക്കി അറിയാം. അപ്പോൾ അതിനകത്തോട്ട് ജംസ് മിഠായി നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാറ് കൈ പിടിച്ചുകൊണ്ട് കളിക്കുകയും ചെയ്യാന്നൊക്കെ അവൾ പറയാറുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വേറെ എടാ ഇനി നമുക്ക് ഇതിനകത്ത് ജെയിംസ് മിഠായി ഇടാം. അപ്പോൾ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാനായിട്ട് ഡോക്ടർ പക്ഷെ അഡ്മിറ്റ് ആക്കിയില്ലായിരുന്നു. വെള്ളം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിടാനായിട്ട് നോക്കി. പിന്നെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്താണ് അഡ്മിറ്റ് ആയതിട്ടോ. അപ്പം ഞാൻ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ തിരിഞ്ഞു പിടിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുവാണ്. മെയിനായിട്ട് ഞാൻ ജെയിംസ് മിഠായിയാണ് എടുത്തത്. ആശുട്ടിന് ഏറ്റവും ഇഷ്ടം ജെയിംസ് മിഠായിയാണ്. ആശുട്ടിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെയാണ് മനസ്സിലായത് അവൾക്ക് സ്റ്റൊമക്കിൽ ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റൊമക്കിലല്ല, കുടലിലായിരുന്നു. അൾസറേറ്റീവ് ഒരു ചെറിയ സിംറ്റംസ് ഒക്കെ ആയിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നു. HB ഒക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഹോസ്പിറ്റലൈസിന് മുമ്പുള്ള വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആച്ചൂട്ടൻ എന്തോ പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേട്ടാലോ. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ. അതിനുശേഷം അവൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഉള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിത് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. പ്രോജക്റ്റൊക്കെ സ്കൂളിൽ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കിറ്റ് മേടിച്ച് നോക്കാവുന്നതാണ്. 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രം മേടിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് അൺബോക്സ് ചെയ്തപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഫെവിക്കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആച്ചൂട്ടിന് അതിന് കുറച്ചേരം ഞെക്കിയിട്ട് വരാത്ത കാരണം അവൾ നേരെ പിടിച്ചിട്ട് ഞെക്കിയപ്പോൾ അവിടെ കണ്ണിൻ്റെ പീലിൽ തെറിച്ചു. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറായിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അത് മേടിച്ചെടുത്തിട്ട് പോകുന്നു. സാധാരണ ഞാൻ അവൾക്ക് ചെറിയ പശയാണ് മേടിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു അത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രം ഇത് മേടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്തൊരു സ്പേസിനകത്തുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഡീറ്റെയിലായിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഇതിപ്പോൾ എനിക്ക് വെറുതെ തന്നത് കൊണ്ടാണ് അതിനകത്ത് കുറേ മിഠായി കിടക്കുന്നത്. അപ്പം മിഠായി ഇതിനകത്ത് കൂടുതലല്ല കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. കുറേ സെലോ ടൈപ്പ് ഉണ്ട്, കുറേ പശയുണ്ട്. അപ്പം ഞാനത് കുഞ്ഞാടെ കൊണ്ട് കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു തരുന്നത് എന്തൊക്കെയാണ്. എന്നെ കാണിച്ചു പറ്റുമോ? ഇത് സൂര്യനാ? ഇത് വെച്ച് കളിക്കാൻ അറിയുമോ? ഭൂമി, നമ്മൾ ശർമ്മ പോകുന്നുണ്ട്. ചന്ദ്രൻ. ഇത് എടുത്തിട്ട് ഈ ബുക്കിലാ കളിക്കേണ്ടത്. ഇതെങ്ങനെ കളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇതുപോലത്തെ വേറെ കളി കളിച്ചിട്ടുണ്ട്. എവിടെന്ന്? ഇത് എടുക്കട്ടെ. നീ എവിടെയാ കളിച്ചേക്കണേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിക്കാറുണ്ട് കുഞ്ഞൂസിൻ്റെ. അത് താഴെ വെച്ച് ഉണ്ടാക്കാനോ നമുക്ക്? സ്കൂളിൽ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾക്ക് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന് ഇവള് കളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ കളിക്കുന്നതെന്നൊക്കെ അറിയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വട്ടത്തക്കരത്തിലുള്ള സാധനങ്ങളൊക്കെ അവൾ പൊളിച്ചെടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓറഞ്ച് കളറിൽ കാണുന്ന സൂര്യനാണ്, പിന്നെ ഇവിടെ ചെറുത് ചന്ദ്രനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് താഴെ വെച്ച് ഇരുന്നോണ്ട് ഉണ്ടാക്കാം കുഞ്ഞാക്കുട്ടാ. ഒരു ഗിഫ്റ്റ് തന്നതാ. നിങ്ങൾക്ക് തരാൻ പറഞ്ഞു ഗിഫ്റ്റ് തന്നതാ. ഇത് അമ്മ മേടിച്ചതല്ല.
ഓക്കെ. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പ്രോജക്റ്റ് ഒക്കെ ഇതെങ്ങനെ ചെയ്യാനായിട്ട് പറയില്ല, പഠിപ്പിക്കാമോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇതെങ്ങനെ കൊണ്ടുവരാനായിട്ട്. കളിക്കുന്നതെന്ന്? അപ്പോൾ ഈ കിറ്റ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. ആച്ചുവിനെ അപ്പോൾ പല്ല് നിങ്ങളൊരു 10-15 കടിച്ചിരിക്കുന്നു. മിനിറ്റ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ട് പറ്റും. കളിക്കാൻ ആദ്യം അറിയാം. ആച്ചുവിനെ അറിയാമോ? ആച്ചു എങ്ങനെയാണ് പഠിച്ചത്? ഇതെങ്ങനെ പഠിച്ചത്? നിങ്ങളിത് എവിടെയാണ് കണ്ടേക്കണേന്നും അറിയാം. ഞങ്ങളുടെ സ്കൂളിലുള്ള കുട്ടികൾ കളിക്കാനും കണ്ടപ്പോൾ ഞങ്ങളും പഠിച്ചു. സ്കൂളിൽ ഇതുപോലത്തെ സാധനം ഉണ്ടോ? സ്കൂളിലല്ല, കുട്ടികൾ ഇത് സ്കൂളിൽ കൊണ്ടുവരും. എന്നിട്ട് ടീച്ചർ പ്രോഡക്റ്റ് സയൻസ് പ്രോജക്റ്റ് കിട്ടുന്ന ഗൂഗിളിൽ അടിച്ചു നോക്കുക, അല്ലെ ആമസോണിൽ അടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. തേക്കാൻ നമുക്ക് വെള്ളമില്ലല്ലോ. ആ പുറകുവശത്തല്ലേ? അച്ഛമ്മേനോട് ചോദിച്ചു. ഞാനത് പറഞ്ഞിട്ടുള്ളതുപോലെ സൂര്യന്, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അന്യഗ്രഹ ജീവി, പേടകം, അതൊക്കെയാണ് കേട്ടോ ഇതിനകത്തുള്ളത്. പിന്നെ സ്പേസിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വെച്ച് കളിക്കാൻ അറിയോ? ഇത് ഭൂമി, നമ്മൾ ശരം വരെ പോകുന്നുണ്ട്. ഇത് ചന്ദ്രൻ. ചുമ്മാ ചിലപ്പോൾ പള്ളിയിൽ പോവാം, അല്ലെങ്കിൽ പുഴയിൽ പോവാം. അതുകൊണ്ടാണ് കുളിക്കുന്നു. ഓക്കെ. കളർ അടിക്കാനുള്ള ഒരു സെറ്റ് കളേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അന്യഗ്രഹ ജീവിക്കൊക്കെ കളർ അടിക്കാനുള്ളതാണ് കേട്ടോ. മേടിച്ചില്ല. ഞങ്ങളിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവരോട് പറയണത് ഞാൻ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല, നമുക്ക് പോണ വഴിക്ക് മേടിക്കാം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്യഗ്രഹ ജീവി എന്നാണ് പറയാറ്. പിള്ളേര് എന്നെക്കാളും അപ്ഡേറ്റഡ് ആണ് ഏലിയൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണോ കളിക്കണ്ടേ? ഇതിന് കളർ അടിക്കാം. ഓക്കെ, അതിൻ്റെ ഇതിൽ കളർ ഉണ്ടല്ലോ. ആച്ചുവിനും കളർ അടിക്കാൻ കൊടുക്കണേ. എന്നിട്ട് ഇത് ഉണങ്ങുമ്പോൾ ഇതിൽ നിന്ന് ഈ എലിയാണ് പറിച്ച് ഇതുമൊക്കെ പറിച്ചെടുക്കാം. ഓക്കെ, കളറും ബ്രഷും ഇതിനകത്തുണ്ട്. ആദ്യം നമുക്ക് ഇത് കളിച്ചാം. ഓക്കെ, അതിവിടെ വെക്കാം. ഈ ബുക്ക് കൊടുക്ക്. ഇതെങ്ങനെ കളിക്കണേന്ന് പഠിക്കട്ടെ. അമ്മയ്ക്ക് ഇതിലേതാ വേണ്ട? പഠിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് എനിക്ക് ബ്ലൂ. അപ്പോൾ ഇത് വെച്ചിട്ട് അങ്ങനെ കളിക്കണത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ, കാരണം വീഡിയോ ഒത്തിരി ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിച്ചിട്ട് കാണിക്കുവാണ്. ഇത് വെച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. അത് എന്തൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അല്ല, ഒന്നാമത്തത് ഈ പേടകമാണ് കേട്ടോ. അത് മടക്കി ഒട്ടിച്ച് ആണ് ഉണ്ടാക്കിയത്. പിന്നെ കുഞ്ഞൂസ് പെൻസിൽ വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി അടിപൊളിയായിട്ട് കളറൊക്കെ കൊടുത്തു. പക്ഷെ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി, കാരണം അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു. കുഞ്ഞീസ് ഞെട്ടിച്ചു. കിടിലനായിട്ടുണ്ടല്ലോ. ഇത് ആരുടെ പഠിപ്പിച്ചേ? ആരും പഠിപ്പിച്ചല്ല, പിന്നെ പഠിച്ചു. നന്നായിട്ടുണ്ട് കുഞ്ഞൂഷ, സൂപ്പറായിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി. ഇതിൻ്റെ കൂടെ കിട്ടിയ കളറാണ് കേട്ടോ. അപ്പോൾ അവളത് സൈഡിൽ പോയിരുന്ന് പടം വരയ്ക്കുമായിരുന്നു. അമ്മയാണ് കേട്ടോ വരയ്ക്കുന്നത്. പക്ഷിയോ? സൂപ്പറായിട്ടുണ്ട് കുഞ്ഞൂഷ. ഞാൻ വിചാരിച്ചു ഇനി കളർ അടിച്ച് കളയുമായിരിക്കുന്നു. കൊള്ളാം. ഇതുപോലെ നീ സൂപ്പറായിട്ട് വരയ്ക്കുവാണെങ്കിൽ നിനക്ക് ഇനി പെയിൻ്റൊക്കെ മേടിച്ച് തരാം. പക്ഷെ വെറുതെ നശിപ്പിക്കരുത് ഒരു സാധനം കേട്ടോ. നന്നായിട്ടുണ്ട്. ഏലിയനെ ഉണ്ടാക്കി പെൻസിലിന്റെ മുകളിൽ ഏലിയനെ വെച്ച്. ഇനി ഒരു മനുഷ്യന്റെ ഒരു ഏലിയന്റെ ഒരു ഏലിയൻ വന്ന് അവിടെ ഫ്ലാഗ് കുത്തി വെച്ചു. നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. ഇതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അച്ചൂട്ടും പേടകം ഉണ്ടാക്കി. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ഏലിയൻ്റെ പുറത്ത് പെൻസിലിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചുണ്ടാക്കി. ഇതിൻ്റെ ഇടയിൽ അച്ചൂട്ടിനും കുഞ്ഞൂസും വഴക്കായി. കാരണം അവളുണ്ടാക്കിയ സാധനം ഒരു റോക്കറ്റ് വിടുന്നൊരു സാധനം ഉണ്ടാക്കി. അപ്പോൾ ആച്ചൂട്ടൻ്റെ സ്ട്രോ എടുത്ത് കട്ട് ചെയ്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആച്ചൂട്ടൻ കിടന്ന് കരയുണ്ടായിരുന്നു. പിന്നെ അതാണ് ആച്ചൂട്ടൻ്റെ പേടൊക്കെ, അതിന് ചിറകൊക്കെ പിടിപ്പിച്ചു. കുഞ്ഞൂസ് അവിടെ ഇരുന്നുകൊണ്ട് പെൻസിലിൽ ഇതൊക്കെ വെച്ചിട്ട് ഏലിയൻ്റെ പടമൊക്കെ വെച്ചു. പിന്നെ ഒരു കട്ടയൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പെൻസിൽ ബോക്സ് അവള് പെൻസിൽ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി കേട്ടോ. അതിനി എപ്പോഴെങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം.
എങ്ങനെയാണ് അവളത് ഉണ്ടാക്കിയെന്നുള്ളത്. പിന്നെ ദേ അവള് കുഞ്ഞൂസൊരു അടിപൊളി മറ്റേ വിമാനമല്ലേ, ഈ അന്യഗ്രഹ ജീവികൾ സഞ്ചരിക്കുന്ന അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല സൂപ്പറായിട്ടാണ് അവൾ ഉണ്ടാക്കിയത്. ശരിക്കും നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ ഇതേ വിമാനം റോക്കറ്റ് വിടുന്ന സാധനമാണ് കേട്ടോ. അത് സ്ട്രോയിലൂടെ ഊതി കഴിയുമ്പോഴത്തേനും കണ്ടോ, അവൾ ഊതി കണ്ടോ, അപ്പം അതുപോലെ ഊതുമ്പം ഈ റോക്കറ്റ് പറന്നു പോകും കേട്ടോ. അപ്പം ഈ പിള്ളേർക്കുടെ മേത്ത് മൊത്തം ചൂടുകുരു ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ കിറ്റിലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നേരെ കടയിലോട്ട് പോയി. ഒരു 10-15 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ അവിടെ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചൂടുകുരുവിൻ്റെ പൗഡറൊക്കെ മേടിച്ചു. അന്ന് തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ വെള്ളം ഇല്ലായിരുന്നു, കുട്ടികൾക്ക് കുളിക്കാൻ തന്നെ വെള്ളം ഭയങ്കര ഷോർട്ടേജ് ആണ്. അപ്പം ഞാൻ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പാഴൂരൊരു പുഴയുണ്ട്. അപ്പോൾ അവിടെ പോയി അത് കഴിഞ്ഞിട്ട് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുവാണ്. ശിവക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിലാണ് കേട്ടോ ഈ പുഴ. പക്ഷെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആൾക്കാർക്ക് ഇവിടെ വരാവുന്നതാണ്, കുളിക്കാവുന്നതാണ്. യാതൊരു വിധ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ തൂക്കുപാലം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു ആംബിയൻസ് ആണ് അമ്പലത്തിൽ നിന്ന് പാട്ടുകളൊക്കെ വരുന്ന കാരണം കൊണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് നീന്തൽ അറിയാട്ടോ, അതുകൊണ്ടാണ് പുള്ളിനെ കൂട്ടിക്കൊണ്ട് വന്നത്. എനിക്ക് വെള്ളം വലിയ പരിചയമില്ല, നീന്തലൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ എനിക്കിതൊരു നീന്താനൊന്നും അറിയാനും പാടില്ല കേട്ടോ. ഞാനൊന്നും പുഴയൊന്നും കുളിച്ചിട്ടേ ഇല്ല. ഞാനീ പറയുന്ന കാളിയാർ പുഴേനെ പറ്റിയാണ്. അപ്പൊ പുള്ളിയുടെ വീടിന്റെ അടുത്തായിരുന്നു കാളിയാർ പുഴ, വീടിന്റെ മുറ്റത്തായിരുന്നു. അപ്പൊ പുഴയിലാണ് പുള്ളി കളിച്ചു വളർന്നതൊക്കെ. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോ പിള്ളേരെ കൊണ്ട് പുഴയിലോട്ട് പോകുന്നത്. ഷോപ്പിംഗ് മാള് കണ്ടപ്പോൾ പേടിച്ചെന്റെ ഉടുപ്പിൽ പിടിച്ച പോലെ എന്നെ കുഞ്ഞാക്കൂട്ടൻ ഓടി വന്ന് ഇപ്പോൾ എന്റെ ഉടുപ്പിൽ പിടിച്ചേക്കാണ്. അവൾക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ കുഞ്ഞുസ് അതുപോലെ ഒന്നുമല്ല, നല്ല എക്സൈറ്റ്മെന്റിലാണ്. ഇത് എന്റർടൈൻമെന്റിന് വേണ്ടി വെള്ളത്തിൽ ചാടാൻ വന്നേക്കണേ നമ്മള്. ഇത് കടല് പോലത്തെ വെള്ളമല്ല, ഇത് ഉപ്പ് വെള്ളമല്ല. പിന്നെ ഇവിടെ തിരമാല ഇല്ല കുഞ്ഞൂസ. ഇതിന്റെ പേരാണ് പുഴ. ചേട്ടേ കുഞ്ഞായി ആദ്യമായിട്ട് പുഴ കാണണല്ലേ. 2 മണിക്കൂറോളം ഞങ്ങൾ വെള്ളത്തിലായിരുന്നു. സെപ്പറേറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, സോപ്പും തോർത്തും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുളിച്ചു. അതിനുശേഷം കുഞ്ഞൂസിനെ കുറച്ചു നേരം നീന്തൽ പഠിപ്പിച്ചു. പിന്നെ ആച്ചോട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് അവൾക്ക് നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ അവളെ അടുത്തേക്കുമാണ്. ഞങ്ങൾ പള്ളിയിൽ കയറി മെഴുകുതിരി കത്തിച്ചു പ്രാർത്ഥിച്ചു. അകത്തോട്ട് കയറിയില്ല, പിന്നെ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു, കുറച്ച് എല്ലാവർക്കും വാളയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഹോസ്പിറ്റലിൽ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്ക് ഹോസ്പിറ്റലിൽ എത്തണമായിരുന്നു. അപ്പോൾ വേഗം തന്നെ കുട്ടികളെ കൊണ്ടയക്കി. ആച്ചൂട്ടൻ ഭയങ്കര ചിത്താന്തായിരുന്നുകൊണ്ട് അവളെ കരച്ചിലൊക്കെ മാറ്റാൻ കുറച്ച് പാടായിരുന്നു. അവളെ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ചിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു പോയി. ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പിറന്നാളായിരുന്നു. ഞാൻ ജസ്റ്റ് പാഴൂർ അമ്പലത്തിൽ തനിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരെ കുട്ടികളുടെ സ്കൂളിലോട്ട് യൂണിഫോം ഒക്കെ മേടിക്കാനായിട്ട് പോയി. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.